ഞാൻ അത്രയ്ക്ക് പുണ്യം ചെയ്തിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിലെനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ ഒരു വരിയെങ്കിലും മറ്റുള്ളവർക്ക് വായിക്കാൻ വേണ്ടി എൻ്റെ നാട്ടിലെ വായനശാലയിൽ. മതി. ഹരിയുടെ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ അത്രയും മതി. ഞാൻ എപ്പോഴും വരും. എൻ്റെ കൂടെ നിത്യം ഉണ്ടാവും. നമ്മുടെ നാടിനെ അറിയുന്ന എൻ്റെ പെണ്ണ്. എല്ലാവർക്കും നന്ദി. ഹരി, നിത്യ, താനിവിടെ നിൽക്കുക. ഞാനിപ്പോ വരാം. കൺഗ്രാറ്റ്സ്. അവാർഡിന്റെ കാര്യം ഞാനൊരൽപ്പം വൈകി അറിഞ്ഞത്. താങ്ക്സ്. എന്താ സംസാരിക്കാനുള്ളത്? ഹരിക്ക് അവിടെ തിരക്കുണ്ടെങ്കിൽ ഞാനവിടെ വെയിറ്റ് ചെയ്യാം. കുഴപ്പമില്ല, പറഞ്ഞു. കാര്യം ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് പറയാം. എൻ്റെ ജീവിതത്തിലെ ഒരു തെറ്റ് ഞാനങ്ങ് തിരുത്തുക. വീണയുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ വീണയെ കണ്ടിരുന്നു. ഞങ്ങള് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. നല്ല കാര്യം. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിലും അത് നടക്കേണ്ടത് തന്നെയാണ്. വീണയെ വിവാഹം കഴിക്കാൻ ഹരിയുടെ സമ്മതമൊന്നും എനിക്ക് വേണമെന്നില്ല. പക്ഷേ എനിക്ക് വേറെ ഒരു കാര്യത്തിൽ ഹരിയുടെ സമ്മതം വേണം. എന്ത് കാര്യത്തിൽ? കല്യാണിയുടെ കാര്യത്തിൽ, ഞങ്ങളുടെ മോടെ കാര്യത്തിൽ. അവളെ ഹരി ഞങ്ങൾക്ക് വിട്ടു തന്നേ പറ്റൂ.